الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا أحد له عباد الله أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നാം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഹുർരിയത്തു ശംസുൻ യജിബു അൻ തുശ്രിഖ ഫീ കുല്ലി നഫ്സിൻ. എല്ലാ മനുഷ്യനിലും നിർബന്ധമായും ഉദിച്ചുയരേണ്ടുന്ന സൂര്യനാണ് സ്വാതന്ത്ര്യം. ഫമൻ ആശ മഹ്റൂമൻ മിൻഹാ ആശ ഫീ ദുൽമത്തിൻ ഹാലികത്തിൻ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലക്കപ്പെട്ട് ആർക്കെങ്കിലും ജീവിക്കേണ്ടി വന്നാൽ അയാൾ ഭീകരമായ അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ് ജീവിക്കുക. യത്തസിലു അവ്വലുഹാ ബിദുൽമത്തിർ റഹിം വആഖിറുഹാ ബിദുൽമത്തിൽ ഖബർ. അതിന്റെ ആദ്യം ഗർഭാശയത്തിന്റെ ഇരുളിലും അവസാനം ഖബറിന്റെ ഇരുളിലുമായിരിക്കും
മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വളരെ വിഖ്യാതമായ വരികളാണ് ഇത്. ആധുനിക അറബ് സാഹിത്യകാരന്മാരിൽ ഏറ്റവും വിഖ്യാതനായ ഒരാളാണ് മുസ്തഫ ലുത്ഫി അൽ മൻഫലൂത്തി. മൻഫലൂത്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പൂച്ചക്കഥ പ്രസിദ്ധമാണ്. അത് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒരു ദിവസം രാവിലെ ഞാൻ കിടക്കുന്ന കട്ടിലിൽ എന്റെ വിരിപ്പിൽ എന്നെ തൊട്ടും തലോടിയും ഒച്ച വെച്ചും ഉള്ള പൂച്ചയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്നുണർന്നത്. അസാധാരണമായ സ്വഭാവത്തിൽ ആ പൂച്ച എന്റെ മുമ്പിൽ പെരുമാറുന്നതായി എനിക്ക് തോന്നി. അത് കണ്ടപ്പോൾ അതിനെന്തോ കാര്യമുണ്ട്, എന്തോ പ്രശ്നം അല്ലെങ്കിൽ പ്രയാസം ആ പൂച്ചയെ അലട്ടുന്നുണ്ട് എന്ന കാര്യം എന്റെയും ഒരലട്ടലായി മാറി. ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്തുകൊണ്ട് എന്റെ വിരിപ്പിൽ നിന്ന് എണീറ്റു. ഒരുപക്ഷെ ആ പൂച്ചക്ക് വിശന്നതുകൊണ്ടാകാം. അതുകൊണ്ട് ഞാൻ എണീറ്റുപോയി കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് കുറച്ച് ഭക്ഷണമെടുത്ത് ആ പൂച്ചയുടെ മുമ്പിൽ വെച്ചു. പക്ഷേ പൂച്ച അതിന് നേരെ തിരിഞ്ഞില്ലെന്ന് മാത്രമല്ല, പുറംതിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ കരുതി അതിന് ദാഹിച്ചിട്ടാവും. ഞാനൊരൽപ്പം വെള്ളമെടുത്ത് അതിന് നേരെ നീട്ടി. പക്ഷേ ആ വെള്ളം കുടിക്കാനും അത് കൂട്ടാക്കിയില്ല. പകരം തന്നെ അലട്ടുന്ന എന്തൊക്കെയോ വേദനകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ അത് മാറി മാറി എന്നിലേക്ക് നോട്ടമെറിഞ്ഞു. അങ്ങനെ ഇരിക്കെ എന്റെ മനസ്സിനെ അത് അഗാധമായി സ്വാധീനിച്ചു. ആ നിമിഷത്തിൽ ആ പൂച്ചയുടെ വിഷമം എന്താണ്, പ്രയാസം എന്താണ് എന്നറിയാനും അത് പരിഹരിക്കാനും കഴിയും വിധം സുലൈമാൻ നബിയെപ്പോലെ മൃഗങ്ങളുടെ സംസാര ഭാഷ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മുറിയുടെ റൂമിന്റെ വാതിലടഞ്ഞാണ് കിടക്കുന്നതെന്നും പൂച്ച മാറി മാറി വാതിലിന് നേരെയും തനിക്ക് നേരെയുമാണ് നോക്കുന്നത് എന്നും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ വാതിലിന് നേരെ തിരിയുമ്പോഴെല്ലാം പൂച്ച വലിയ താൽപര്യത്തിൽ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായും ഞാൻ ശ്രദ്ധിച്ചു. അതിൽ നിന്ന് പൂച്ചയുടെ ഉദ്ദേശം എന്താണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മുറിയുടെ വാതിലിന് നേരെ തിരിഞ്ഞ് വാതിൽ പെട്ടെന്ന് തുറന്ന് മലർക്കയിട്ടു. പൂച്ച പുറത്തേക്ക് നോക്കി പുറമെയുള്ള ലോകവും പുറമെയുള്ള മുറ്റവും ആകാശവുമൊക്കെ കണ്ട് അതുവരെയുണ്ടായിരുന്ന ദുഃഖത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നുമൊക്കെ മോചിതനായി സന്തോഷത്തിൽ ആറാടുന്നത് പോലെ പൂച്ചയുടെ കാര്യം എനിക്ക് മനസ്സിലായി തോന്നി. വളരെ വേഗത്തിൽ ആ പൂച്ച മുറിവിട്ട് പുറത്തേക്ക് ഓടി കുതിക്കുകയും ചെയ്തു. ഞാൻ തിരിച്ചു വന്ന് ഞാൻ കിടന്നിടത്ത് നിന്ന് തന്നെ കടന്ന് എന്റെ കൈകളിൽ ഇങ്ങനെ തലയും വെച്ച് അല്പനേരം കിടന്നാലോചിച്ചു. ഞാൻ ആലോചിച്ചത് ഇങ്ങനെയാണ്: ആ പൂച്ചക്ക് മുറിയിലകപ്പെട്ട സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമോ? എന്റെ നിരീക്ഷണത്തിൽ ഞാൻ എത്തിച്ചേർന്ന നിഗമനം, അതെ, ഒരല്പസമയം മുറിയിൽ അടച്ചുപൂട്ടപ്പെട്ടതിന്റെ പ്രയാസത്തിൽ ആ പൂച്ച സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്താണ്, അർത്ഥമെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാലുള്ള
പ്രയാസം എന്താണ്, വേദന എന്താണ് എന്ന് തിരിച്ചറിയാൻ അതിന് സാധ്യമായിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടുകയും തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യാൻ കഴിയും വിധമുള്ള സ്വാതന്ത്ര്യബോധം ആ പൂച്ചക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ആലോചിച്ചത് മനുഷ്യരെ കുറിച്ചാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് കീഴിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വന്ന മനുഷ്യർക്ക്, തന്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക്, അവരിൽ പലർക്കും ഈ പൂച്ചയെപ്പോലെ പോലും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിചാരമോ ബോധമോ ഇല്ലല്ലോ എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. മനുഷ്യർ പലപ്പോഴും മൃഗങ്ങളെക്കാൾ നിലപാട് കുറഞ്ഞവരാണ്. അവർ തങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരോ, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അടിമത്ത സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിച്ചെടുക്കാത്തവരോ ആണ്. അതിലുപരി പല മനുഷ്യരും തങ്ങൾ ജീവിക്കുന്ന അടിമത്തത്തെ, ആ അടിമത്തത്തിൽ തങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന ചങ്ങലക്കെട്ടുകളെ ആഭരണങ്ങളെ പോലെ ആസ്വദിക്കുകയും ഇത് തന്നെയാണ് ലോകം എന്ന് കരുതുകയും ചെയ്യുന്നവരാണ്. ഇങ്ങനെയൊക്കെ വിശദീകരിച്ചതിന് ശേഷം, വിശദീകരിച്ച് വളരെ സാഹിതീയമായ ശൈലിയിൽ എഴുതിയതിനു ശേഷം അതിന്റെ ഒടുവിലാണ് നേരത്തെ പറഞ്ഞ വരികൾ മൻഫലൂത്തി എഴുതി വെച്ചിട്ടുള്ളത്. അൽ ഹുർരിയത്തു ശംസുൻ യജിബു അൻ തുശ്രിഖ ഫീ കുല്ലി നഫ്സിൻ. എല്ലാ മനുഷ്യരിലും നിർബന്ധമായും ഉദിച്ചുയർന്ന് ആ മനുഷ്യന്റെ ജീവിതത്തെ നയിക്കേണ്ടുന്ന പ്രകാശഗോപുരമാണ്, സൂര്യനാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ വരികൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും എഴുതുന്നത് അൽ ഹുർരിയത്തു ഹിയൽ ഹയാ, സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം. വലൗലാഹാ ലകാനത് ഹയാത്തുൽ ഇൻസാനി അശ്ബഹ ശൈഇൻ ബിഹയാത്തിൽ ലുഅബിൽ മുതഹരികതി ഫീ ഐദിൽ അത്ഫാൽ. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവനില്ലാത്ത, സ്വയം അനങ്ങാൻ കഴിയാത്ത, സ്വയം സഞ്ചരിക്കാൻ കഴിയാത്ത, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത കുട്ടികളുടെ കൈകളിലെ കളിപ്പാവകൾ പോലെയാണ്. ലൈസത്തിൽ ഹുർരിയത്തു ഫീ താരീഖിൽ ഇൻസാനി ഹാദിസൻ ജദീദൻ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുതുതായി മനുഷ്യന് വന്നു ചേരുന്ന ഒരു കാര്യമേ അല്ല. മറിച്ച് ഇന്നമാ ഹിയ ഫിത്രത്തുഹു അല്ലതി ഫത്തറല്ലാഹു അലൈഹാ. മറിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതി തന്നെയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്നൽ ഇൻസാനല്ലദീ യമുദ്ദു യദൈഹി ലിതലബിൽ ഹുർരിയ ലൈസ ബിമുതവസ്സവിദിൻ വലാ മുസ്തജിദ്ദിൻ. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ, ആ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആ സ്വാതന്ത്ര്യം തിരിച്ചാവശ്യപ്പെടുന്നവർ യാചകരല്ല ആരുടെയും മുന്നിലെ. وإنما هو يطلب حقا من حقوقه التي سلبته إياها المطامع البشرية. തന്നെ പോലുള്ള മനുഷ്യരുടെ സ്വാർത്ഥതകൾ തന്നിൽ നിന്ന് കവർന്നെടുത്ത തന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശത്തെ തിരിച്ചു ചോദിക്കുക എന്നതാണ് അയാൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഫൈൻ ളഫറ ബിഹാ ഫലാ മിന്നത ലിമഖ്ലൂഖിൻ അലൈഹി. അങ്ങനെ ആ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുന്നതിൽ, അത് ആവശ്യപ്പെട്ട് അത് തിരിച്ചു വാങ്ങുന്നതിൽ അയാൾ വിജയിക്കുകയാണെങ്കിൽ അതിന് അയാൾക്ക് ഒരാളോടും പ്രത്യേകമായ ഒരു കടപ്പാടുമില്ല. സ്വാതന്ത്ര്യം അയാൾക്ക് ആരെങ്കിലും തളികയിൽ വെച്ചു കൊടുക്കുന്ന ഔദാര്യമല്ല. അവന്റെ അടുത്ത് ആ സ്വാതന്ത്ര്യ നേട്ടത്തിൽ ഒരാൾക്കും ഒരു പങ്കും തന്നെ ഇല്ല എന്നും ആണ് അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുള്ളത്. ഒരു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം കടന്നുവരുന്ന സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചില വിചാരങ്ങൾ
പങ്കുവെക്കുക എന്ന സ്വഭാവത്തിലാണ് മൻഫലൂത്തിയുടെ ഈ എഴുത്തിന്റെ സാരാംശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകത്ത് കടന്നുപോയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികൾ കുറിച്ചു വെച്ചിട്ടുള്ള ആപ്തവാക്യങ്ങൾ, അവരുടെ വചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. As long as the superstition that people should obey unjust laws exists, so long will slavery exist. അനീതി നിറഞ്ഞ, നീതിപൂർവകമല്ലാത്ത നിയമങ്ങളെ ജനങ്ങൾ അനുസരിക്കേണ്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നോടത്തോളം കാലം അടിമത്തം നിലനിൽക്കുന്നുവെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയാണ്. The moment the slave resolves that he will no longer be a slave, his fetters fall. Freedom and slavery are mental states. ഒരാൾ യഥാർത്ഥത്തിൽ തന്നെ ഒരു അടിമയായ ഒരാൾ താൻ ഇനി മുതൽ അടിമയായിരിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ തന്നെ അയാളുടെ ചങ്ങലക്കെട്ടുകളെല്ലാം, അയാളുടെ ബന്ധനങ്ങളെല്ലാം സ്വയം അഴിഞ്ഞു പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യവും അടിമത്വവും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മാനസിക നിലകൾ മാത്രമാണ്. അത് ഭൗതികം, ശാരീരികം എന്നതിനപ്പുറത്ത് സ്വാതന്ത്ര്യവും അടിമത്വവും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മാനസികാവസ്ഥകളുടെ പേരാണ് എന്നുമാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആലോചിക്കുമ്പോൾ ഈ കാര്യത്തിലെ പലതും പുനരാലോചന നടത്തേണ്ടതാണ്. രാജ്യം അതിന്റെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക്, സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടിയെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കേണ്ടുന്ന സന്ദർഭമാണോ ഇത്? അതല്ല, നമുക്ക് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ഉണ്ടാവുകയും അത് ആവശ്യപ്പെടാനും തിരിച്ചുപിടിക്കാനുമുള്ള പോരാട്ടങ്ങളിൽ സജീവമാവുകയും ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ താല്പര്യമെന്ന് ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടനാപരമായി നിലവിൽ വന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കുക വളരെ സങ്കീർണമാണ്. അതിന് മാത്രം ഈ രാജ്യം അന്യാധീനപ്പെടുത്തപ്പെടുകയും ഈ രാജ്യം അതിന്റെ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികളാൽ, സ്വാതന്ത്ര്യ രാഷ്ട്രപിതാവിന്റെ നേതൃത്വത്തിൽ, പലരുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ തങ്ങളുടെ ജീവനും ജീവിതവും കൊടുത്ത് നേടിത്തന്നുവെന്ന് നാം അഭിമാനം കൊള്ളുന്ന സ്വാതന്ത്ര്യം വലിയ അളവിൽ ഹനിക്കപ്പെട്ടിട്ടുള്ള, കവർന്നെടുക്കപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ചതുപോലെ ഒരു രാജ്യത്ത്, ആ രാജ്യത്തെ ജനങ്ങൾ അനീതി നിറഞ്ഞ വിവേചനപൂർണമായ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യമാണുള്ളത് എങ്കിൽ അത് സ്വാതന്ത്ര്യമല്ല, അത് അടിമത്തമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് തന്നെയാണ്. ആ നിലക്ക് നമുക്കവരൊക്കെയും കൂടി നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായിരിക്കുന്നുവെന്നും ഒരുപാട് ഭീകര നിയമങ്ങളുടെ നിറവിൽ, ഒരുപാട് വിവേചനപൂർണമായ അനീതിയിലധിഷ്ഠിതമായ, നീതിയുടെ തരിമ്പും അവകാശപ്പെടാനില്ലാത്ത നിയമങ്ങളുടെ നിറവിൽ ഈ രാജ്യം അസ്വാതന്ത്ര്യമാണ്, അടിമത്തമാണ് ഈ രാജ്യവും ഈ രാജ്യത്തെ ജനങ്ങളും അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് സ്വാതന്ത്ര്യബോധം എന്ന് പറയുന്നത്. ഗാന്ധിജി തന്നെയും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ഒരടിമയായി ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത അടിമകളെപ്പോലെ ജീവിതം നയിക്കുന്ന ഒരു സ്വതന്ത്രനേക്കാൾ എനിക്കിഷ്ടം എന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രനാണോ അടിമയാണോ എന്നത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതാവസ്ഥകൾ വെച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.
ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാംസ്കാരികവുമായ ജീവിത മണ്ഡലങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ ഈ രാജ്യം കടുത്ത അനീതികൾ നടമാടുന്ന നിയമത്തിന്റെ പരിരക്ഷയിൽ തന്നെ, ഭരണകൂടത്തിന്റെ നിയമങ്ങൾ കൊണ്ട് തന്നെ കടുത്ത അനീതിയും അവകാശ നിഷേധങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നിലക്കും ഒരു സ്വാതന്ത്ര്യ ദിനത്തെ ആഘോഷിക്കാൻ കഴിയാത്ത, മറിച്ച് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ പോലും സ്വാതന്ത്ര്യത്തെ തിരിച്ചുപിടിക്കാനുള്ള അവകാശ സമരങ്ങളിൽ ഏർപ്പെടാൻ ഈ രാജ്യത്തെ പുതുതലമുറയെ നിർബന്ധിക്കുന്ന, യുവതലമുറയെ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, ജൻസി എന്ന് പേരിട്ട് വിളിക്കുന്നവരും അല്ലാത്തവരുമായ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ ദിനത്തിലും സ്വാതന്ത്ര്യ ദിന തലേന്നും ഒക്കെ തെരുവിലാണുള്ളത്, തെരുവിലാണ് ഉണ്ടാവുക. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവകാശ നിഷേധങ്ങൾക്കെതിരെ, സ്വാതന്ത്ര്യ ഹത്യക്കെതിരെ ഉള്ള പോരാട്ടങ്ങൾ രാജ്യത്ത് വളരെ സജീവമായി നടക്കുന്നു എന്ന് മാത്രമല്ല, ആഗോള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ബോധം വേണം. നമ്മൾ അതിന്റെ കൂടെയുണ്ടാവണം. നമുക്ക് ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക എന്നതിലുപരിയായി സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പടനയിച്ചത്, ബ്രിട്ടീഷുകാരോട് പടനയിച്ചത് എന്നതിന്റെ സ്മരണകൾ പൊടിതട്ടിയെടുക്കാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷം ആവശ്യമാണ്. അതേ സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അവകാശ നിഷേധങ്ങളെ വിസ്മരിപ്പിക്കുന്ന, നമ്മളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരാഘോഷങ്ങളിലേക്ക് അത് വികസിച്ചു പോകാതിരിക്കുകയും ഈ രാജ്യത്ത് ഏറ്റവും ഒടുവിൽ വ്യവസ്ഥക്കെതിരെ, അനീതിക്കെതിരെ, വിവേചനങ്ങൾക്കെതിരെ, മതസ്പർദ്ധക്കെതിരെ, മതപരമായ വിദ്വേഷവും വിഘടനവും സൃഷ്ടിക്കുന്നതിനെതിരെ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള, രാജ്യത്തിനകത്തു നിന്ന് രാജ്യത്തെ യഥാർത്ഥ പൗരന്മാരായ പുതുതലമുറ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പോരാട്ടമുഖങ്ങളെ സജീവമാക്കുക. ആ പോരാട്ടമുഖങ്ങളെ ഈ അനീതിയുടെ വ്യവസ്ഥ, ഈ നമ്മുടെ മേൽ അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുന്നതുവരെ ആ പോരാട്ടങ്ങളെ പിന്തുണക്കുകയും സജീവമാക്കി നിലനിർത്തുകയും ചെയ്യാനുള്ള രാഷ്ട്രീയ ബോധം നമുക്കുണ്ടാവുക, ദീനീ ബോധം നമുക്കുണ്ടാവുക, അതിനുള്ള ഇച്ഛാശക്തിയും ത്യാഗസന്നദ്ധതയും നമുക്കുണ്ടാവുക എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഭരണാധികാരികൾക്കെതിരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അനീതിക്കിരയായിക്കൊണ്ടിരിക്കുന്ന, വിവേചനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ജനവിഭാഗങ്ങളെയും അവന്റെ ഭാഗത്തു നിന്ന് വിജയവും സഹായവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين اللهم أعزنا بالإسلام وأعز الإسلام بنا اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين اللهم انصرنا على القوم الكافرين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم أرنا فيهم عجائب قدرتك اللهم خذهم أخذ عزيز مقتدر فإنهم لا يعجزونك اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم.